എല്ലാവർക്കും ആർച്ചച്ചുവിലേക്ക് സ്വാഗതം. ആർച്ചച്ചു ഫാമിലിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഞാൻ നടത്തവുമായിട്ട് ഇറങ്ങുന്നു. ഇതാ വീട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. കൊച്ചൊന്നും എഴുന്നേറ്റിട്ടില്ല. പാലോർക്കട്ടെ കേട്ടോ. മഴയുണ്ടോ? അമ്മേ അയ്യോ, ലൈറ്റ് പോലും കിടത്തിയിട്ടില്ല. ലൈറ്റ് എടുത്തിട്ട് കേട്ടോ. മഞ്ഞുണ്ട്. മഞ്ഞുണ്ട് കുറച്ച്. സമയത്തായിട്ട് മഞ്ഞുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ തെന്നിക്കിടക്കുക. പിന്നെ എന്താ പറയണ്ടേ, എങ്ങനെയൊക്കെയാണ് പറയണേ സംസാരിക്കണേന്ന് കറക്റ്റായിട്ട് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റേതൊക്കെ പോരായ്മയൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോയിൽ ഇട്ടതിൻ്റെ പോരായ്മയൊക്കെ ഉണ്ടെന്നാണ് തോന്നണേ എനിക്ക്. അറിയാവുന്ന കുറേ ചേച്ചിമാരും അല്ല, നിങ്ങൾ വീഡിയോ ചെയ്യുന്ന കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും. അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണമെങ്കിൽ, കമൻ്റായിട്ടൊക്കെ പറഞ്ഞു തരണമെങ്കിൽ നമുക്കതൊരു സപ്പോർട്ടാവും കേട്ടോ. നാളെ തുടങ്ങി പൂക്കളും ഇടണ്ടേ. എനിക്കും പൂക്കളും ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട് പൂവൊക്കെ പറിക്കണം, പൂവൊക്കെ പറിച്ച് പൂക്കളമൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അനിയന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എനിക്ക് 2 അനിയന്മാരെ കിട്ടിയത്. അവർ ഓർഫനേജിലായിരുന്നു. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കിട്ടിയില്ലെങ്കിൽ ഞാനിങ്ങനെ നിൽക്കില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ വയ്യാതെയായിട്ട് ഈ ഒരു വശം, വലത്തെ വശം തളർന്നു പോയതാണ്. കിടന്ന കിടപ്പിലായിരുന്നു സത്യം പറഞ്ഞാൽ. യൂറിൻ പോകുന്നതും വയറ്റിന് പോകുന്നതൊക്കെ കിടന്ന കിടപ്പായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്ന കിടപ്പായിരുന്നു. എല്ലാം എൻ്റെ അനിയന്മാരാണ് എല്ലാം. ഒരു മടി കൂടാതെ എന്നെ ക്ലീൻ ചെയ്യുന്നതും നോക്കുന്നതും ഒരറപ്പ ഒരിതൊന്നുമില്ലാതെ. കിടന്ന കിടപ്പ് ഒരു 3-5 മാസം കിടന്ന കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ പുറമൊക്കെ പൊട്ടി ആകെ അവശതയാവും. പക്ഷേ എനിക്കതൊന്നും ഒരു പ്രശ്നവും ഉണ്ടായില്ല. നന്നായിട്ട് ക്ലീൻ ചെയ്തും അപ്പം ഡ്രസ്സ് മാറ്റുകയും തുടയ്ക്കുകയും ക്ലീൻ ചെയ്ത് എന്നെ നന്നായിട്ട് നോക്കിയതാരുണ്ട്. എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. നടക്കുകയൊന്നും ചെയ്യില്ലായിരുന്നു. ഒരു വശം തളർന്നങ്ങാണ്ട് കിടക്കുകയായിരുന്നു. പിന്നെ അനിയന്മാർ ഉണ്ടായില്ലെങ്കിൽ ഞാനിങ്ങനെ നിൽക്കില്ല. വിഷ്ണുവും വിശാലും ഉണ്ടായിരുന്നില്ലെങ്കിൽ എൻ്റെ ഈ ജീവൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു, ഉറപ്പാണ്. എൻ്റെ കൊച്ചു അനാലിക മോളും ഒരു മടിയില്ലാതെ ആ 3 പേര് എന്നെ നന്നായിട്ട് നോക്കിയതാരുണ്ടാണ് ഇന്ന് ഞാൻ ജീവനോടെ ഉള്ളത് സത്യം പറഞ്ഞാൽ. പിന്നെ ദൈവത്തിനെ പോലെ എറണാകുളത്ത് ഡോക്ടർ വിനീത് ഡോക്ടർ, അവിടെ ന്യൂറോ സർജൻ വിനീത് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല കേട്ടോ. ജനുവരി 16-ാം തീയതി എൻ്റെ സർജറി, ലാസ്റ്റ് സർജറി ആയിരുന്നു. പിന്നെ 30-ാം തീയതി, ജനുവരി 30-ാം തീയതി വരെ ന്യൂറോ സർജൻ അവിടെ ഉണ്ടായിരുന്നു, വിനീത് ഡോക്ടർ. നല്ല ഡോക്ടർ എന്ന് പറഞ്ഞാൽ നല്ല ഡോക്ടറാണ്. എനിക്കിപ്പോഴും ഭയങ്കര കാര്യമാണ്, ഭയങ്കര വിശ്വാസമാണ് ആ ഡോക്ടറിനെ. ഇപ്പം ലൂർദിലാണ് ആ ഡോക്ടർ ഇരിക്കണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ന്യൂറോ സർജനെ കാണണമെങ്കിൽ ലൂർദിൽ ആ ഡോക്ടർ അവിടെ ഇരിക്കുന്നുണ്ട്. ലൂർദിൽ പ്രൈവറ്റാണ് ലൂർദ്, പക്ഷേ ആ ഡോക്ടർ അടിപൊളിയാണ്. നമുക്ക് ഒരു രോഗീനെ പോലല്ല, വളരെ കാര്യമായിട്ട് സംസാരിക്കുകയും
നമുക്ക് ആ ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ പകുതി അസുഖം മാറും. ഭയങ്കര ധൈര്യവുമാണ് ആ ഡോക്ടർ. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും നമുക്ക് എന്തോ ഒരു പ്രത്യേകതയാണ്. എന്നെ സംബന്ധിച്ച് ഡോക്ടർ എനിക്ക് ഭയങ്കര ധൈര്യവും ഒരു എന്താ പറയുക ദൈവമാണ്. എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ആ ഡോക്ടറും എൻ്റെ രണ്ടനിയന്മാരും എൻ്റെ കൊച്ചുമാണ്. ഡോക്ടറിൻ്റെ പേര് ഒന്നും കൂടി പറയാം, വിനീത് ഡോക്ടർ. ന്യൂറോ സർജനാണ്. ലൂർദിലാണ് ഇരിക്കുന്നത്. പിന്നെ പ്രൈവറ്റായിട്ട് നമ്മുടെ മഹാരാജ കോളേജിൻ്റെ അവിടെ, എറണാകുളത്ത് മഹാരാജ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്. ആവശ്യക്കാർ കമൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറിനെ ബന്ധപ്പെടുന്ന നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ തരാം. എന്തുണ്ടെങ്കിലും ന്യൂറോ സർജനെ കാണേണ്ട വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ തലവേദന വന്നാലും വെച്ചുകൊണ്ടിരിക്കരുത് ആരും. ഞാൻ വെച്ചുകൊണ്ടിരുന്നാണ് എനിക്ക് ഈ മൈഗ്രെയിനാണെന്നും പറഞ്ഞിരുന്നാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. പിന്നെ പാരസ്റ്റമോൾ ഗുളിക ആരും വെറുതെ ഇങ്ങനെ കഴിക്കാനൊന്നും പാടില്ല തലവേദന വരുമ്പോൾ. അങ്ങനെ ഞാൻ ഒത്തിരി കഴിച്ചിട്ടാണ് എനിക്കിങ്ങനെ പ്രോബ്ലങ്ങൾ വന്നത്. അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല. ഇനി സെറ്റാവണം, എല്ലാം മാറി സെറ്റായി വരണം. പൂർണ്ണമായി ഡോക്ടർ പറഞ്ഞ് പൂർണ്ണമായി മാറുന്ന ഒരു അസുഖമല്ല, ഒരു എററായി വരുന്ന ഒരു അസുഖമാണിത്. നമുക്ക് എല്ലാ മനുഷ്യരുടെയും തലയിൽ വെള്ളം ഉണ്ടാവും. ബ്രെയിനിൽ വെള്ളം കെട്ടും, ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെള്ളം കെട്ടും. അത് പോകാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ വെള്ളം പോകണില്ല, വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന മാത്രമേ ഉള്ളൂ. വെള്ളം ഇങ്ങനെ പോകാനുള്ളൊരു ഇതില്ല. അപ്പം അത് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ ട്യൂബ് ഇട്ടേക്കുന്നത്. അപ്പം അത് നമ്മൾ മനസ്സുകൊണ്ട് അസുഖം ഇത് ഒരു നമുക്ക് വന്നതാണ്, ദൈവം തന്നൊരിത്. അത് നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിച്ച് കഴിഞ്ഞ് അത് ഇതായി. തലവേദന ഇടയ്ക്ക് വരും, അങ്ങനെ അങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും അറിയാൻ വേണ്ടിയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ അസുഖത്തെക്കുറിച്ച് പറയണമെന്നോർത്ത് നിങ്ങൾ ബോറടിക്കണം. അല്ലെങ്കിൽ ഇത് എന്താണ് ഈ പെങ്കൊച്ചിന് ഈ പെണ്ണുമ്പിള്ളക്ക് ഇത് തന്നെ പറയാനാണെന്ന് വിചാരിക്കരുത് കേട്ടോ. എല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് ഈ പെണ്ണ് ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് ഇടണേ അങ്ങനെയൊന്നും തോന്നരുത് കേട്ടോ. ഈ വയ്യായിക വന്നു കഴിഞ്ഞപ്പോൾ ചില ഡ്രസ്സുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഭയങ്കര ഫിറ്റ് ഡ്രസ്സൊന്നും യൂസ് ചെയ്യാൻ പറ്റാതെയായി. ചില ഡ്രസ്സുകളിലൊന്നും യൂസ് ചെയ്യാൻ പറ്റാതെയായി. ഭയങ്കര ഫിറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. യൂസ് ചെയ്യാൻ എൻ്റെ ഒത്തിരി ഡ്രസ്സുകളെല്ലാം പറ്റാതെയായി. അങ്ങനെ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. യൂസ് ചെയ്യാൻ പറ്റാതെ കൊച്ചിന് യൂസ് ചെയ്യാൻ പറ്റി. പിന്നെ ഇനി മേടിക്കണം, ഒന്നൊന്ന് മേടിച്ചു തുടങ്ങണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഓണർ അപ്പച്ചൻ വരും എപ്പോഴും. അപ്പച്ചൻ നല്ല കോമഡിയാണ്, അപ്പച്ചൻ നല്ല രസമാണ്. അപ്പച്ചനെയൊക്കെ പരിചയപ്പെടുത്തി തരാം ഒരു ദിവസം. അപ്പച്ചൻ 2 നേരം വരും, രാവിലെയും വരും വൈകിട്ടും വരും കേട്ടോ. നല്ല രസമാണ് അപ്പച്ചൻ. നല്ല പ്രായമായ അപ്പച്ചനാണ്, പണ്ടത്തെ കാരണവന്മാരെന്ന് പറയൂലേ അതാണ്. പിന്നെ അനിയന്മാരെയും എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇളയ അനിയൻ അങ്ങനെ വരുന്നതൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല. ഇന്നലെ വണ്ടിക്ക് വന്നില്ലേ, അതങ്ങനെ വലിയ ഫോണ് അങ്ങനെ വീഡിയോയിലൊക്കെ വരുന്നത് ഭയങ്കര ചമ്മലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു തത്തമ്മേനെ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്. തത്തമ്മയുണ്ട്, 2 പൂച്ചക്കുട്ടിയുണ്ട്, ഒരു പട്ടിക്കുട്ടിയുണ്ട്. പട്ടിയുടെ പിറന്നാളൊക്കെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് 1-ാം പിറന്നാൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചിട്ടൊക്കെ ഉണ്ട്. പറമ്പിലുണ്ട്, നല്ല കൊതുകൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അനുഭവിച്ചിട്ടുണ്ട്. കുറേ സങ്കടങ്ങളില്ലാത്ത മനുഷ്യരില്ല ഈ ലോകത്ത്. സന്തോഷവും സങ്കടങ്ങളും എല്ലാം വരും ജീവിതത്തിൽ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, നമുക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നങ്ങോട്ട് പോകും. പക്ഷെ നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. അവിടെ നിന്നൊക്കെ നമ്മൾ ജയിച്ച് വരണം. തോറ്റെടുത്തുനിന്ന് ജയിച്ചു വരുന്നതാണ് വിജയം, ഏറ്റവും വലിയ വിജയം.
നമ്മൾ തോറ്റ് കൊടുക്കരുത്, ഒരിക്കലും നമ്മൾ തോക്കരുത്. അവിടെ നിന്ന് നമ്മൾ ജയിച്ച് കാട്ടി കൊടുക്കണം. എല്ലാവരുടെയും മുമ്പിൽ ജയിച്ച് കാട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ വിജയം നേടണേ. പിന്നെന്താ പറയാൻ എന്താന്നൊക്കെ ഒന്നും അറിയില്ല ഒന്നാമത്തെ തന്നെ കാര്യം. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോൾ കമൻറ്റുകൾ ഇങ്ങനെയൊക്കെ വരുമോ എനിക്കറിയില്ല. പിന്നെ ലൈക്ക് ഷെയർ ഒക്കെ ഇങ്ങനെ ചെയ്യുമോയെന്നും എനിക്കറിയില്ല. ഇത് ഇവളല്ലേ, എന്നെ അറിയുന്നവർ വേണ്ട എന്തെങ്കിലുമൊക്കെ വിചാരിച്ചെന്ന് വരും. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. എൻ്റെ ഈ അവസ്ഥയിൽ പോലും നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കാതെ എൻ്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കങ്ങനെ ചെറിയ ചെറിയ സപ്പോർട്ട് ചെയ്യാനായി ഞാൻ ചെറിയ സപ്പോർട്ടെങ്കിലും എനിക്ക് തരാൻ ഒന്ന് മനസ്സ് കാട്ടിയാൽ മതി. ഈ സമയത്തെങ്കിലും എന്നോടൊരു സ്നേഹം കാട്ടാൻ നോക്ക് എല്ലാവരും. നമുക്കൊരു വയ്യായിക അല്ലെങ്കിൽ ഒരു അസുഖം നമ്മളെ വിട്ട് പോകില്ലാത്തൊരു അസുഖം വരുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ വാശിയും ദേഷ്യമൊക്കെ മാറ്റി നമ്മൾ അവരോടൊരു സ്നേഹം കാട്ടുക, അല്ലെങ്കിൽ മനസ്സുറന്നൊന്ന് സംസാരിക്കുക, നമ്മുടെ തെറ്റുകളൊക്കെ മാറ്റി ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ പറയുന്നത്, ഞാൻ ചെയ്ത എല്ലാ തെറ്റിനുള്ള ശിക്ഷയും എനിക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഇത് ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്ത എല്ലാ തെറ്റിൻ്റെയും ശിക്ഷയായിരിക്കും എനിക്ക് ഈ ദൈവം ചിലപ്പോൾ തന്നേക്കുന്നത്, ഇങ്ങനെ ഓരോ അസുഖങ്ങളും തരുന്നത്. ഞാൻ അങ്ങനെയാണ് 2 കൈ നീട്ടി ഈ അസുഖങ്ങൾ ഞാൻ സ്വീകരിച്ചത്. ഇവിടെ കാണാനായിട്ട് ഇഷ്ടംമാതിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഒരു ദിവസം വേറെ സ്ഥലങ്ങളിലേക്ക് പോകാം. ഇവിടെ കുറേ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറേ മുകളിലേക്ക് കയറാനുണ്ട്. മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി മുകളിലേക്ക് കയറാനുണ്ട്, കയറി പോകാനായിട്ട്. കണ്ടോ, അറ്റത്തേക്ക് കയറി പോകാനുണ്ട്, അങ്ങോട്ട് അറ്റത്തേക്ക് കയറി പോകാനുണ്ട്. ഒത്തിരി അറ്റത്തേക്ക് കയറിപ്പോണം. ഇവിടെ നിറച്ചും വേപ്പലുണ്ട്, വേപ്പല, ജാതി, അങ്ങനെ ഒത്തിരി ഉണ്ട്. അമ്മേ, ഇന്ന് കൊച്ചിന് പരീക്ഷയുണ്ട്, 2 നേരമുണ്ട് കൊച്ചിന് പരീക്ഷ. ഞങ്ങളുടെ തത്തമ്മച്ചി കുറുമ്പിയാണ്, കുറുമ്പി. അവളെന്തെങ്കിലും തിന്നാൻ കൊണ്ടുവന്നാന്ന് ഓർത്ത് നോക്കി. ആരത് വേറെ തത്തമ്മേനെ കണ്ടപ്പോൾ അവള് നോക്കിയാണ്. അവൾ വേറെ തത്തമ്മേനെ കണ്ടപ്പോൾ അതിനകത്ത് തത്തമ്മേനെ കണ്ടപ്പോൾ നോക്കിയാണ്. വേറെ 2 വില്ലന്മാർ, വില്ലനും വില്ലത്തി. ഇങ്ങനെ കണ്ടോ, ഇനി വേറൊരാളും കൂടി ഉണ്ട്, ലക്കി സാറ്, ഞങ്ങളുടെ ലക്കി സാറ്. അത് ലൂക്കയും ബ്ലാക്കി, പൂച്ചയുടെ പേരാണ് ലൂക്കയും ബ്ലാക്കി. ഇത് ലക്കി. ലക്കീനെ ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് ചാടിപ്പോവും. ലക്കിയുടെ മുതലാളി, ഇളയ അനിയനാണ് മുതലാളി. തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓടും. തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓടും.
നല്ല വെയിലായി ഇവിടെ, പെട്ടെന്ന് വെയിൽ വരും, നല്ലോണം വെയിൽ വരും. ഓണമൊക്കെ ആകത്തിന് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ പൊന്നു ഓണത്തിന് ഡ്രസ്സ് എടുക്കൽ, ഓണത്തിന് ഡ്രസ്സ് എടുക്കും, വീട്ടിലിടാൻ ഡ്രസ്സ് എടുക്കും, അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെയാണ്. ഇപ്പം എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. അന്യന്മാർ മേടിച്ചറിയാതിരിക്കില്ല. അവർ തന്നെയല്ലേ എല്ലാം നോക്കണം. മരുന്നിന് തന്നെ നല്ല കാശാണ്, ഭയങ്കര കാശാണ് മരുന്നിന്, എൻ്റെ മരുന്നിന്. പിന്നെ ഇൻസുലിൻ കുത്തുന്നവരുണ്ട്, ആ സൂചി സിറിഞ്ചും മേടിക്കാൻ ഡെയിലി അത് മേടിക്കാൻ നല്ലൊരു കാശാവും, അതങ്ങനെ. പിന്നെ ഷുഗർ ഇടക്കിട്ട് ടെസ്റ്റ് ചെയ്യണം. 3 നേരം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ കൂടുതലാരണ്ടേ, ഭയങ്കര കൂടുതലാണ്. കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും എന്നൊക്കെ കണ്ട് വയ്യായിക വരുമ്പോൾ ഇടക്കിട്ട് വയ്യായിക വരും. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ സ്ലിപ്പും സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാശ്. പിന്നെ സിറിഞ്ചും സൂചിയും മേടിക്കണം, അപ്പം അത് കാശ്. അങ്ങനെ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ഈ തലയുടെ അതിൻ്റെ മരുന്നിന് നല്ല പൈസയാണ്. അപ്പം അത് ഗുളികക്കൊക്കെ നല്ല 5 ഗുളിക കഴിക്കാനുണ്ട്, അതിന് നല്ല പൈസയാണ് ഗുളികക്ക്. ന്യൂറോൻ്റെ ഇതിന് നല്ല പൈസയാണ്, ഒരു മിക്കവർക്കും അറിയാമല്ലോ, അതിന് നല്ല പൈസയാണ്. അപ്പം അതിൻ്റെ അങ്ങനെ നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ എല്ലാം കൊണ്ട് പിന്നെ വീടിൻ്റെ വാടകയും അങ്ങനെ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം കൊണ്ട് അവന്മാർ തന്നെ ചെയ്യണ്ടേ. മൂത്ത ആൾ സിനിമയിലും ചെറിയ കൗഡ് സീനും ജൂനിയറൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സിനിമയുടെ ഇത് എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഷൂട്ടിങ്ങൊക്കെ വളരെ കുറവാണ്. കിട്ടുന്നതൊക്കെ അകലെയാണ് കിട്ടുന്നതും, അതും 1 മാസം 3 മാസമൊക്കെ നിൽക്കുന്നതാണ്. സ്റ്റേ ചെയ്തുള്ള വർക്കാണ്. അവനത് പറ്റൂല, എന്നെ ഇട്ടുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റൂലല്ലോ. ഒരാൾ വേണ്ടേ, എന്നെ നോക്കാൻ ഒരാൾ വേണം. എനിക്ക് എൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ടില്ല. ഇപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിൽ എനിക്കൊരാൾ പിടിച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. എഴുന്നേൽക്കുമ്പോൾ എനിക്ക് തലചുറ്റൽ വരും, ഒരു മങ്ങൽ വരും. ഈ കണ്ണിലേക്കാണ് നീരിറങ്ങിയത്. അപ്പോൾ ഈ കണ്ണിൽ ഒരു മഴവിൽ കളർ പോലെയാണ്, ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ നേരത്തെ ഒരു മഴവിൽ കളർ പോലെയാണ്. പിന്നെ ഷുഗറിൻ്റെ ഒരു ഹൈ ലെവൽ കൂടിയപ്പോൾ ഈ കണ്ണിലേക്കൊരു ഷുഗറിൻ്റെ ഇതുകൊണ്ട് ഒരു മങ്ങൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ണടയുണ്ട്, എന്നാലും ഒരു മങ്ങലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരാൾ വേണം. പിന്നെ കുളിക്കാൻ എല്ലാത്തിനും അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാനെല്ലാം ഒരാൾ വേണം. അപ്പോൾ എന്നെ നോക്കണം, പിന്നെ അടുക്കളയിലെ പണി, കൊച്ചിനെ സ്കൂളിലിടണ്ടേ. അപ്പം അങ്ങനെ എല്ലാത്തിനും ഒരാൾ കുടുംബത്താണ്, ഒരാൾക്ക് ജോലിക്ക് പോകാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഓൺലൈനായിട്ട് അവൻ ഈ യൂട്യൂബ് പിന്നെ ഇൻസ്റ്റാഗ്രാം, പിന്നെ യൂട്യൂബിനകത്ത് ലൈക്കും യൂട്യൂബിനകത്ത് സബ്, പിന്നെ വാച്ചർ, അതൊക്കെ വാച്ചർ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒരു പ്രാവശ്യം അനിയനെ കൊണ്ട് പറഞ്ഞിട്ട് അത് വേണമെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഇടിയിക്കാം കേട്ടോ. അതിൻ്റെയൊക്കെ ഇങ്ങനെ ലൈക്ക് ചെയ്യിക്കുന്നതും യൂട്യൂബിനകത്ത് സബ് ചെയ്യുന്നതാണ്, പിന്നെ വാച്ചർ ചെയ്യിക്കുന്നതാണ്, അങ്ങനെ എന്തോ ഓൺലൈനിൽ അവൻ്റെ പ്ലാൻ അങ്ങനെ എന്തോ ഒരു സംഭവം ചെയ്യിക്കുന്നത് അവനുണ്ട്. അവനങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈസ അധികം ഇങ്ങനെ ഓഫറിന് ചെയ്യുന്നുണ്ട് അവൻ. ആ ഒരു ഇതുകൊണ്ടൊക്കെ വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ ജീവിച്ചൊക്കെ പോകണേ. അത് ചെയ്യുന്നുണ്ട് അവൻ. ഇപ്പോൾ ആർക്കെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. അനിയനെ കൊണ്ട് അത് വൈകുന്നേരം വീഡിയോ ഇടാം, ഒരെണ്ണം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഇടാം.
ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഓക്കെ ബൈ.